ഇതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ US-ഉമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി തങ്ങളുടെ നിലപാടുകൾ മധ്യസ്ഥരായ പാകിസ്ഥാനെയാണ് ഇറാൻ സംഘം അറിയിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും സൈനിക മേധാവി അസിം മുനീറിനെയും നിലപാട് അറിയിക്കുകയായിരുന്നു. യുദ്ധം അവസാനിക്കേണ്ടത് US മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾക്കനുസൃതമായിട്ടായിരിക്കരുത് എന്നും തങ്ങളുടെ നിബന്ധനകൾ തങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത് അതാണ് പരിഗണിക്കേണ്ടതെന്നും ഇറാൻ അറിയിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ചർച്ച ഒരു തരത്തിലും നിശ്ചയിച്ചിരുന്നില്ല എന്നുള്ള നിലപാട് ടെഹ്റാൻ ആദ്യം മുതലേ കൈക്കൊണ്ടത് ഇതിൽ പ്രധാനമാണ്. കാരണം ആണവ നിരായുധീകരണം എന്നുള്ളതായിരുന്നല്ലോ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അത് അംഗീകരിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം US അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നു. ഈ വിവരം പാകിസ്ഥാനെ അറിയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. തങ്ങളുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാത്രമാണ് പാകിസ്ഥാനിലെത്തിയത് എന്ന് ഇറാൻ വ്യക്തമാക്കിയായിരുന്നു. എന്നിട്ടും അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഇറാന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഒമാനിലും ഒപ്പം റഷ്യയിലും പാകിസ്ഥാനിലും അടക്കം 3 രാജ്യങ്ങളിലുള്ള സന്ദർശനമാണ് അവർ ആലോചിച്ചിരുന്നത് എന്നുള്ളതാണ് ഇറാന്റെ പ്രതിനിധികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാർത്തിക്, ആണവ ഉപരോധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ തെട്ടുവരത്തിന് വഴങ്ങില്ല. ഹോർമുസിലെ ഉപരോധം അവസാനിപ്പിക്കണം. ഈ 2 കാര്യങ്ങളിലും ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ നീങ്ങിയില്ലെങ്കിൽ ഒരു സ്കോപ്പുമില്ല ചർച്ചയ്ക്ക് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. ട്രംപിന്റെ പ്രതികരണത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ പുതിയ പ്രപ്പോസലിൽ സൂചന നൽകുന്നത് ആണവ വിഷയത്തിലാണ് എന്നതാണ്, ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് എന്നതാണ്. അതെന്ത് എന്ന് വ്യക്തമാക്കുന്നില്ല. നമുക്കറിയാം, 1ാം ഘട്ട ചർച്ചകളിൽ ആണവ സമ്പുഷ്ടീകരണം അത് 20 വർഷത്തേക്ക് നിർത്തിവെക്കുന്ന തരത്തിൽ 20 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം എന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ കൗണ്ടർ പ്രപ്പോസലിൽ ചില നിർദ്ദേശങ്ങൾ പാകിസ്ഥാനും മുന്നോട്ട് വെച്ചു. അതായത് മൾട്ടി കൺട്രി, ഒന്നിലധികം രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒന്നിലധികം രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സമിതി, ആ സമിതി ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിരീക്ഷണം നടത്താനും അവിടെ പരിശോധന നടത്താനുമൊക്കെ അവരെ അനുവദിക്കുന്ന തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നു. അറബ് മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരത്തിൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വച്ചാൽ അതിനോട് ഈ ഇരുവശങ്ങളുടെയും, അതായത് US-ൻ്റെയും ഇറാന്റെയും സമീപനം എന്തായിരിക്കും എന്നത് നിർണായകമാണ്. എന്തായാലും ആണവ വിഷയത്തിൽ തന്നെയായിരിക്കും ഈ പ്രപ്പോസൽ മുന്നോട്ട് പോവുക. അത് ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 400 കിലോയോളം വരുന്ന 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാന്റെ കൈവശം ഉണ്ട്. ഇറാന്റെ കഴിഞ്ഞ വർഷം നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ തകർന്ന ആണവ നിലയങ്ങളിലാണ് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളത്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് 90%ത്തിലേക്ക് സമ്പുഷ്ടീകരിച്ചാൽ അത് ആണവായുധമാക്കാം. അത്തരത്തിൽ വലിയ നശീകരണ ശേഷിയുള്ള ആണവ ആയുധം നിർമ്മിക്കാൻ ഇറാന് അതിലൂടെ സാധിക്കും. അത് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നൊരാവശ്യമാണ് സജീവമായി അമേരിക്ക ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണമാണ്. അതായത് ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ സജീവമായി ഈ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ തുടരുമ്പോഴും ഇറാന്റെ IRGC അടക്കമുള്ളവരും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയവും പരിഹാസ രൂപേണയാണ് അമേരിക്കയ്ക്കെതിരായ പ്രതികരണങ്ങൾ നടത്തുന്നത്. ഏതു വിധേനയും ഈ യുദ്ധം അവസാനിപ്പിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളിലാണ് അമേരിക്ക ഇപ്പോൾ എന്നാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രതിരോധ മന്ത്രാലയ വക്താവ് തന്നെ പ്രതികരിച്ചത്. അങ്ങനെ ഒരു വശത്ത് IRGC ശക്തമായ നിലപാടെടുക്കുന്നു, മറുവശത്ത് അബ്ബാസ് അരഗച്ചി ഇതുപോലെ ചർച്ചകൾ സജീവമായി പങ്കെടുക്കുന്നു. അപ്പോൾ അതും ആയുധമാക്കുകയാണ് അമേരിക്ക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അല്പം മുമ്പ് വന്ന പ്രതികരണത്തിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് അവിടെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ആരാണ് ആ അധികാരി എന്ന് തീരുമാനിക്കാനുള്ള തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ നടക്കുന്നു. US-ന് ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പ്രപ്പോസലുമായി അവർ വരട്ടെ, അക്കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം. തിടുക്കമില്ല. ഈ യുദ്ധം ഇതിനോടകം തന്നെ പല ഘടകങ്ങൾ, അതായത് നേരത്തെ തന്നെ ട്രംപ് പലതവണ ആവർത്തിച്ചതുപോലെ അവരുടെ ഇറാന്റെ സൈനിക ശേഷി അത് തകർക്കാനായി, നാവികശേഷി തകർക്കാനായി, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനായി എന്നൊക്കെയാണ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. തീർച്ചയായും അത് അവകാശവാദം അങ്ങനെ നിൽക്കുന്നു. അപ്പോഴും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ അവരുടെ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇസ്ഹാഖ് ദർ പങ്കെടുത്തു. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്രത്തെക്കുറിച്ചും പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും മറ്റും ചർച്ചകൾ നടന്നു. ഒപ്പം US-ന് മുന്നറിയിപ്പ് ഇറാൻ നൽകിയ ഇറാൻ പ്രതിരോധ സേനയുടെ മുന്നറിയിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. US നാവിക ഉപരോധം തുടർന്നാൽ ശക്തമായ
ശക്തമായ പ്രതിരോധമുണ്ടാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. ഇറാന്റെ സായുധ സേനയ്ക്ക് രാജ്യത്തിന്റെ പരമാധികാരം, അതിർത്തി, ദേശീയ താൽപ്പര്യങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ കൂടുതൽ ശക്തിയും സന്നദ്ധതയും ഉണ്ട് എന്നത് അമേരിക്ക തിരിച്ചറിയണം എന്നും ഇറാൻ സൈന്യത്തിന്റെ ആക്രമണശേഷി അമേരിക്കൻ സൈന്യം ഇതിനകം അനുഭവിച്ചിട്ടുണ്ട്, അതിനിയും തുടരും എന്നും ഉള്ള മുന്നറിയിപ്പാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിനിടയിൽ ട്രംപ് കലിപ്പിലാണ്, സംശയമില്ല. നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണ് ഇറാൻ നടത്തിയത് എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നമ്മുടെ കൈവശമാണ് എല്ലാ കാർഡുകളും, അവർക്കൊന്നും അതില്ല എന്നും പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. പടക്കപ്പലുകളും ആയിരക്കണക്കിന് സൈനികരെയും ഞങ്ങൾ ഇനിയും അണിനിരത്തും, ഇറാനെ ഉപരോധിക്കും, സമാധാന നിർദ്ദേശം ലഭിക്കും വരെ അമേരിക്ക വെടിനിർത്തൽ നീട്ടിയിട്ടുണ്ട്. അതേത് നിമിഷവും അമേരിക്ക പിന്നോട്ട് പോയേക്കാം. വൻതോതിൽ സൈന്യ സന്നാഹം കൂട്ടുന്ന പശ്ചാത്തലമുണ്ട്. വിമാനങ്ങളടക്കം ഇസ്രായേൽ, നിരവധി ടാങ്കർ വിമാനങ്ങളടക്കം ഇസ്രായേൽ വിന്യസിച്ചു എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട്. അതോടെ യുദ്ധഭീതി വീണ്ടും ഉണ്ടാവുകയാണ്. ആക്രമണം കടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചില ടാങ്കറുകൾ അമേരിക്കൻ സേന ഈ ആഴ്ച പിടിച്ചെടുത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. ഇന്ത്യ, മലേഷ്യ, ശ്രീലങ്ക എന്നിവയ്ക്ക് സമീപമുള്ള കടൽ മേഖലകളിൽ വെച്ച് 3 ഇറാനിയൻ കപ്പലുകൾ ഇതിനകം US ഷിപ്പിംഗ് സുരക്ഷാ വിഭാഗം പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് ഒരു തരത്തിലുമുള്ള എണ്ണ ഉപഭോഗം സമ്മതിക്കില്ല ഇറാന്റെ ഭാഗത്തു നിന്ന് എന്നുള്ള നിലയിലേക്ക് തന്നെ അമേരിക്ക എത്തുന്ന സാഹചര്യം ഏറ്റവും നിർണായകമാണ്. USS വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പൽ ജോർജ് HW ബുഷ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ മേഖലയിലുണ്ട്. അങ്ങനെ നിരവധി വിമാനങ്ങൾ, ഭീമൻ വിമാനവാഹന കപ്പലുകൾ എന്നിവ വിന്യസിച്ചുകൊണ്ട് ഈ മേഖലയിൽ വലിയ ഉപരോധങ്ങൾ ഘടിപ്പിക്കുകയാണ്. കാർത്തിക്ക് സംശയമില്ലാത്ത കാര്യമാണ്, ഇത് ഇറാനെ പൂർണ്ണമായും ഞെരുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് അതുപോലെ കലിപ്പിലാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ലോകരാജ്യങ്ങളുടെ എതിർപ്പൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ചർച്ചകൾ തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ അടങ്ങിയിരിക്കാൻ ട്രംപിന്റെ അഭിമാനം സമ്മതിക്കില്ലല്ലോ. ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ഇറാൻ ലിങ്ക്ഡ് വെസൽ കൂടി, അതായത് ഇറാൻ ബന്ധമുള്ള ഒരു കപ്പൽ കൂടി US നാവികസേന തടഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സ്വാഭാവികമായും ഹോർമൂസ് തന്നെയാണ് പോർമുഖം. അവിടെ ആദ്യഘട്ടം മുതൽ ഇറാൻ എന്ത് നിലപാട് സ്വീകരിച്ചു, അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ അമേരിക്കയും സമാന്തരമായി അവരെ ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിസന്ധി തീർക്കുന്നു. ഈ പ്രതിസന്ധി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറാനും ശുഭകരമല്ല എന്ന സാഹചര്യമുണ്ട്. കാരണം വെസലുകൾ സ്വതന്ത്രമായി സഞ്ചരിച്ചാൽ മാത്രമേ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നിലവിൽ ഉണ്ടായിരുന്നതുപോലെ തുടരാൻ കഴിയുകയുള്ളൂ. അത് സൈനിക ആവശ്യങ്ങൾക്കൊക്കെ ആ സാമ്പത്തിക സ്രോതസ്സ് അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇറാനും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കുമെന്ന സൂചനകൾ പല കോണുകളിൽ നിന്നും അന്താരാഷ്ട്ര യുദ്ധവുമായി നിരീക്ഷിക്കുന്ന വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും അവരുടെ പ്രതികരണങ്ങളിൽ ആ സൂചനകൾ ഇല്ല എന്നതും വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം IRGCയുടെ ഒടുവിലത്തെ പ്രതികരണവും വരുന്നത് ഹോർമൂസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായാൽ കനത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരും എന്ന് തന്നെയാണ്. പക്ഷേ US-ഉം ഹോർമൂസിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അങ്ങനെ ഹോർമൂസ് തന്നെയാണ് ഒരു പടനിലമായി, ഒരു പോർമുഖമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് അധികം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇരു രാജ്യങ്ങൾക്ക് മാത്രമല്ല, അത് ആഗോളതലത്തിൽ തന്നെ പ്രതിസന്ധികൾ രൂക്ഷമാക്കും. അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.